ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഓണപ്പരിപാടിയേനു കേട്ടോ ട്രസ്റ്റിൻ്റെ. അപ്പം ഇന്ന് അതിന് പോയതേനും. അപ്പം എൻ്റെ ഫ്രണ്ട്സുകളെയൊക്കെ കാണാൻ പറ്റി. നല്ല അടിപൊളി പരിപാടിയേനു കേട്ടോ. അപ്പോൾ ഓണത്തിന് പാവപ്പെട്ട ആൾക്കാർക്ക് ഓണക്കോടി കൊടുക്കുന്നുണ്ട്. അമ്മമാരാണിതൊക്കെ. അപ്പോൾ ഓണക്കോടി, പിന്നെ ഞങ്ങളെല്ലാവരും കസേര കളിയാണ് കേട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ കസേര കളിയിലൊക്കെ പങ്കെടുത്തു. ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ കസേര കളിയാണ് ഈ കാണുന്നത്. ആണുങ്ങളെയും പെണ്ണുങ്ങളത്തൊക്കെ വെവ്വേറെയാണ് കസേര കളി. പെണ്ണുങ്ങളതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, ഓൽക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. പിന്നെ കസേര കളി, ഉറിയടി, സുന്ദരിക്ക് പൊട്ട് തൊടൽ, വടംവലി, ഇങ്ങനെ ബലൂൺ പൊട്ടിക്കൽ, ഇങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ കൂടുന്നത്. ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഓണാഘോഷം ഏതായാലും അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്ത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള പരിപാടികളേനും. എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത്. വിജയികൾ പിന്നെ എല്ലാവരും വിജയികളാവില്ലല്ലോ. ഏതായാലും എല്ലാവരും നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാവരും വീട്ടമ്മമാരും പ്രായമായോലും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു പരിപാടിക്ക്. പൂക്കള മത്സരം അല്ലാത്ത എല്ലാ പരിപാടികളും നടന്നു കേട്ടോ. കസേര കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കസേര കളിയും പിന്നെ വടംവലി, ഇത് പൊട്ടിക്കൽ, ബിസ്ക്കറ്റ് കടി, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നല്ല രീതിക്ക് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചാനൽ പോയതിൻ്റെ വിഷമം അതും ഉണ്ട്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞ് വന്നിട്ട് വേണം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഇട്ടീന്. നമ്മൾ പോണതും വരുന്നതും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാനലാണ് പോയത്. അപ്പം ഞാനുങ്ങളെ കസേര കളിയാണ് കേട്ടോ. പെണ്ണുങ്ങളത് കഴിഞ്ഞു ഞാനുങ്ങളതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ബലൂൺ പൊട്ടിക്കൽ, ബിസ്ക്കറ്റ് കളി, ഉറിയടി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കണുള്ളൂ. തുടങ്ങാൻ കുറച്ച് നേരം വൈകിയതുകൊണ്ടേ. ഏതായാലും നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാ കളികളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഉഷാറായിട്ട് തന്നെ പോകണമുണ്ട്. കസേര കളി ആണുങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. 1-2 ഇതുണ്ട് കേട്ടോ, സ്റ്റെപ്പ് ഉണ്ട്. 1-2 പ്രാവശ്യം കളിക്കാനുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ഇനി ബലൂൺ പൊട്ടിക്കലാണ് കേട്ടോ. ബലൂൺ പൊട്ടിക്കലും ഭയങ്കര രസകരമായ രീതിയിൽ എല്ലാം നല്ല രീതിക്ക് നടന്നു. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ബലൂൺ പൊട്ടിക്കലിലൊക്കെ. ഉഷാറായിട്ട് ഏതായാലും എല്ലാവരും എൻജോയ് ചെയ്ത്. അപ്പം ബലൂൺ പൊട്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഓണാഘോഷം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതേതായാലും അതിഗംഭീരമായിട്ട് തന്നെ ഉഷാറായി കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് രാവിലെ 11 മണി മുതൽ 5-6 മണി വരെ ഞങ്ങൾ പരിപാടി ഉണ്ടായിരുന്നു. കുറേ പിന്നെ എല്ലാവരും കയ്യോളം നിന്ന് സഹകരിച്ചു കേട്ടോ. എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും മടങ്ങിപ്പോയത്. ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒക്കെ കഴിഞ്ഞു. ഇപ്പം പിന്നെ ബലൂൺ പൊട്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫസ്റ്റും സെക്കൻഡും ആണ് കേട്ടോ ബലൂൺ പൊട്ടിക്കൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണുങ്ങളതുണ്ടേ. അത് കഴിഞ്ഞിട്ടോ ഇനി ലാസ്റ്റല്ല ഇനി ബിസ്ക്കറ്റ് കടിക്കലാണ് കേട്ടോ. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല രസമുണ്ടായിരുന്നു. ബിസ്ക്കറ്റ് ആർക്കും കടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ എല്ലാവരും അവനാണ് കിട്ടും എന്നുള്ള രീതിക്കാണ് നിന്നത് കേട്ടോ. നീളത്തിനനുസരിച്ചൊക്കെ നിർത്തി. പക്ഷേ അത് ഫസ്റ്റ് ഇതിൽ ആർക്കും കടിക്കാൻ പറ്റിയില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ അവരിങ്ങനെ കടിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കിട്ടുന്നില്ല പ്രതീക്ഷയുള്ളവർക്ക് ആർക്കും കിട്ടിയില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തേൽ 1-2 പേര് കടിച്ചേ. അങ്ങനെ അത് ഫസ്റ്റും സെക്കൻഡും ആണുങ്ങളത് കഴിഞ്ഞ് അടുത്തത് പെണ്ണുങ്ങളത്. ആണുങ്ങളെ മത്സരം കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണുങ്ങളതേനു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇതിനനുസരിച്ചാണ് അവരെല്ലാവരും നിർത്തിയത്. എല്ലാവരും ബിസ്ക്കറ്റ് കടിക്കാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷേ ഈ ആകാംക്ഷ വെറുതെ ആയിപ്പോയി. ആ നീളമുള്ള ഇബ്രാഹിം കാക്കക്ക് വരെ കിട്ടിയില്ല. അത് കടിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ കടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ ബാക്കിന്ന്. അപ്പോൾ അത് പറ്റിയില്ല. ഏതായാലും ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ടുള്ളൊരു അനുഭവങ്ങളാണ്. നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയല്ലേ, പുറത്തേക്കൊന്നും പോവാതെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പങ്കെടുക്കില്ലല്ലോ.
ഒരുപാട് വീട്ടമ്മമാരുണ്ടായിരുന്നു. എല്ലാവരും എല്ലാ പരിപാടിക്കും കൂടി എൻജോയ് ചെയ്തു കേട്ടോ. 1-2 പേര് ഇതിൽ ആർക്കും കിട്ടിയില്ല. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരാൾ കടിച്ച്. അങ്ങനെ ഏതായാലും ഇതിന് 1-2 വിജയികളെ കിട്ടിയിരിക്കുന്നതായിരുന്നു. ബിസ്ക്കറ്റ് മത്സരം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആർക്കും കളിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. കണ്ടില്ലേ, ആർക്കും ഇത് കടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒക്കെ ഇപ്പോൾ കിട്ടും. ബാക്കിൽ കൈ കെട്ടിയതായതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളെ ഓണാഘോഷ പരിപാടികൾ ഇതൊക്കെയാണ്. എല്ലാവരും കുഴങ്ങി, ആർക്കും കിട്ടിയതില്ല, എല്ലാവരും കുഴങ്ങി കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പാണ് കളിക്കുന്നത്. ഇനി ഉറിയടി തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ഉറിയടിയാണ്. ഉറിയടിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ണ് കെട്ടിയിട്ട് ആദ്യം നല്ലോണം ചുറ്റിക്കുന്നുണ്ട് ആൾക്കാരെ. നല്ലോണം ചുറ്റിച്ചതിൻ്റെ ശേഷമാണ് കൊണ്ടുവരുന്നത്. കണ്ണും കെട്ടിയിട്ടല്ലേ. പിന്നെ ചുറ്റിച്ച് പിന്നെ ഏതിലാണ് വഴിയെന്നും എവിടെയാണ് തല്ലേണ്ടതെന്നൊന്നും അറിയില്ല. നല്ലോണം ചുറ്റിച്ച് കറക്കി കൊണ്ടുവരും. കണ്ണ് നല്ലോണം കെട്ടുകയും ചെയ്യും. പിന്നെ ഒന്നും കാണില്ല. അങ്ങനെ കേട്ടോ. ഏതായാലും നല്ല രസമായിരുന്നു കാണാൻ. ആരും ഊറിമ്മ പോയി തല്ലുന്നില്ല. ഒക്കെ തൊടുവിലോ മണ്ണിലോ അങ്ങനെയൊക്കെയാണ് തല്ലുന്നത്. അപ്പോൾ ഏതായാലും ഉറിയടിക്കാൻ അതിനെ അങ്ങോട്ട് കൊണ്ടുപോയിങ്ങോട്ട് വട്ടം കറക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവരിക. അപ്പോൾ ഏതായാലും നല്ല പരിപാടിയായിരുന്നു. വേണ്ട 15-20 മിനിറ്റാണ് ഒരാൾക്കുള്ള സമയം. 3 മിനിറ്റാണ് ഒരാൾക്കുള്ള സമയം. പക്ഷെ കണ്ടോ, എവിടേക്കേ പോയിട്ട് തല്ലാണ്. 3 മിനിറ്റാണ് സമയമുള്ളത്. ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് വടംവലിയാണ്. വടംവലി മത്സരമാണ് കേട്ടോ. ആണുങ്ങളും പെണ്ണുങ്ങളും നടന്നിട്ടാണ്. പിന്നെ പെണ്ണുങ്ങളാണ് കൂടുതലുണ്ടായിന്, ആണുങ്ങൾ കുറവായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കളി നടക്കുന്നത്. എ ടീമും ബി ടീമും. അപ്പോൾ എല്ലാവരും നല്ലോണം ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വലിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റിൽ എ ടീമാണ് ജയിച്ചത്. പിന്നെ ബി ടീമും. അതിൽ പിന്നെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് പിന്നെ കളിച്ചത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റായി. പിന്നെ ടോസ് ഇട്ടതിൽ ബി ടീമിന് തന്നെ കിട്ടി. അപ്പോൾ പിന്നെ ബി ടീം ആ ഭാഗത്ത് തന്നെ നിന്നിട്ട് വലിച്ചു. ബി ടീം തന്നെ വിജയിച്ചത് കേട്ടോ. അപ്പോൾ അതും ഞങ്ങൾ എൻജോയ് ചെയ്തതൊക്കെ ആദ്യമായിട്ടുള്ള ആവേശകരമായ വടംവലിയായിരുന്നു. ഏതായാലും നല്ല രീതിക്ക് എൻജോയ് ചെയ്ത്. എല്ലാ ടീമും വിജയിക്കൂലല്ലോ, ഓല് വിജയിച്ചു. അപ്പം ഇതെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഫുഡും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ അത് ഫുഡും പായസമൊക്കെ സൂപ്പറായിരുന്നു. ശരി കേട്ടോ. എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.